മലയാളികൾ ഒരുമയോടെ ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണ് ഓണം. ചിങ്ങം പിറന്നാൽ പിന്നെ ഓണക്കാലം വരവായി. പൂക്കളവും സദ്യയും ഓണക്കളികളും എല്ലാമായി പിന്നെ ആഘോഷങ്ങളുടെ നാളുകളാണ്. ഇന്ന് കേരളത്തിലേക്കാൾ ഏറെ മലയാളികൾ അന്യനാടുകളിൽ ഓണം അതിഗംഭീരമായി ആഘോഷിക്കുന്നു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന കഥ നമ്മൾ പലരും കേട്ട മിത്തുകളിൽ ഒന്നാണ്. ഏതായാലും വൈവിധ്യമാർന്ന ആഘോഷങ്ങളിൽ ജാതി മത ഭേദമന്യേ മലയാളികൾ ഒത്തുകൂടുന്ന ഓണത്തെക്കുറിച്ചാകാം ഇന്നത്തെ വീഡിയോ. ചിങ്ങമാസത്തിലെത്തുന്ന ഓണം തീർച്ചയായും കൃഷിയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് നാം ആഘോഷിക്കുന്നത്. കൊയ്ത്ത് നടക്കുന്ന കാലഘട്ടം ഇടവപ്പാതി മാറി വസന്തകാലമാകുന്ന സമയം. ഈ കാലയളവിലാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ആരാണ് മഹാബലി? മഹാബലിയെക്കുറിച്ച് മഹാഭാരതത്തിലെ ശാന്തിപർവം, വനപർവം, അതുപോലെ രാമായണത്തിലെ ബാലകാണ്ഡത്തിലും ഭാഗവതത്തിലെ സ്കന്ധപുരാണത്തിലും മഹാബലിയുടെ പരാമർശം കാണാം. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദന്റെ വിരോചനൻ എന്ന പുത്രന്റെ മകനാണ് മഹാബലി. മഹാബലി പിന്നെ ചുരുങ്ങി മാവേലിയായി. ഓണത്തെക്കുറിച്ചുള്ള രണ്ട് ഐതിഹ്യങ്ങളിൽ ഒന്നിലെ നായകൻ മഹാബലിയും മറ്റൊന്നിലെ നായകൻ വാമനനുമാണ്. ഒരിക്കൽ അസുരഗുരുവായ ശുക്ലാചാര്യർ മഹാബലിയെ ദേവന്മാരുമായി യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. ആ യുദ്ധത്തിൽ മഹാബലി ദേവന്മാരെ പൂർണ്ണമായി പരാജയപ്പെടുത്തി. ആ സമയത്ത് ദേവന്മാർ മഹാവിഷ്ണുവിന്റെ അടുത്ത് സഹായത്തിനെത്തുന്നു. ആ സമയം മഹാബലി വിശ്വജിത്ത് എന്ന ഒരു യാഗം നടത്തുന്ന സമയമാണ്. തുടർന്ന് വാമനൻ എന്ന ബ്രാഹ്മണന്റെ രൂപത്തിൽ വിഷ്ണു തന്റെ 5ാമത്തെ അവതാര രൂപമെടുത്തു. യാഗപ്രഭുവായ രാജാവിന്റെ മുന്നിൽ ഭിക്ഷ യാചിക്കുകയാണെങ്കിൽ അത് നൽകണം എന്നതാണ് സങ്കല്പം. പക്ഷേ ആ ഭിക്ഷ ചോദിക്കൽ വിഷ്ണുവിന്റെ ഒരു തന്ത്രമായിരുന്നു. കാൽ കഴുകി പലകയിലിരുന്നപ്പോൾ സ്വർണം, പണം ഇവയൊന്നും വേണ്ട, മറിച്ച് 3 അടി മണ്ണു മതിയെന്ന് വാമനൻ പറയുന്നു. വാമനൻ പിന്നീട് ആകാശം മുട്ടെ വളർന്ന് വലുതായി കാൽപാദം അളവുകോലാക്കി മണ്ണളന്നു. ആദ്യത്തെ 2 അടിയിൽ തന്നെ ഭൂമി, സ്വർഗം, പാതാളം എന്നിവ അളന്നെടുത്തു. 3ാമത്തെ അടിക്കായി തന്റെ ശിരസ് കാണിക്കുകയും വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുമാണ് ഐതിഹ്യം. 2ാമത്തെ ഐതിഹ്യത്തിൽ വാമനനാണ് നായകൻ. മഹാബലിയുടെ അഹങ്കാരം തീർക്കാനെത്തിയതാണ് വാമനൻ എന്നതാണ് കഥ. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത് സുതലം എന്ന ഒരു ലോകമുണ്ടാക്കി അവിടേക്കാണെന്നും മറ്റൊരൈതിഹ്യം കാണാം. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനെത്തുന്ന കഥയൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട കഥകളാണ്. പ്രാദേശികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കേരളക്കരയുമായി ഈ കഥകൾ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അത്തം മുതൽ 10 ദിവസം പൂക്കളമൊരുക്കുന്നു. തിരുവോണത്തിന്റെ അന്ന് പൂക്കളം ഒത്തിരി നിറഞ്ഞിരിക്കും. തുമ്പ, അരിപ്പൂ, അതിരാണി, ചെമ്പരത്തി, കാക്കപ്പൂ, നന്ദ്യാർവട്ടം, കണ്ണാന്തളി തുടങ്ങിയവ പ്രധാനപ്പെട്ട പൂക്കളാണ്. ഓണത്തിന്റെ പ്രധാന ആകർഷണം സദ്യയാണ്. പപ്പടം, ഉപ്പേരികൾ, കാളൻ, ഓലൻ, സാമ്പാർ എന്നിവയാണ് പ്രധാനപ്പെട്ടവ. മഹാവിഷ്ണുവിന്റെ പ്രതീകമായിട്ടാണ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ഓണക്കളികളും നിരവധിയാണ്. ഓണത്തല്ല്, ചെമ്പഴുക്ക, പുലിക്കളി തുടങ്ങി അങ്ങനെ നീളുന്നു. തിരുവോണ ആഘോഷത്തിനായി ഉത്രാട ദിവസം അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പായുന്നതിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. തിരുവോണത്തിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തുക. ഏതായാലും ഓണം മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.